നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി. കൊറോണയുടെ കൂടെ ജാഗ്രതയോടെ, ഭയമില്ലാതെ, അതല്ലേ? പക്ഷേ ജാഗ്രത കൈവെടിഞ്ഞാലോ? നമ്മൾ ഒരിക്കലും ജാഗ്രത കൈവെടിയരുത്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തു പോവാം, അതും മാസ്ക് ധരിച്ചുകൊണ്ട്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, നമുക്ക് വേണ്ടി. അതുകൊണ്ട് അത്യാവശ്യം കട്ടിയുള്ള മാസ്ക് തന്നെ ധരിക്കുക, അതും ശരിയായ രീതിയിൽ. കുഞ്ഞുങ്ങളെയും പ്രായാധിക്യമുള്ളവരെയും ഒന്നും ഒരു കാരണവശാലും പുറത്തു കൊണ്ടുപോകരുത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ചില സ്ഥാപനങ്ങളൊക്കെ ഒരു നല്ല രീതി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഷോപ്പിൽ വരുന്ന ആളുകളെ, സന്ദർശകരുടെ പേര് വിവരങ്ങൾ മുതലായ വിവരങ്ങളൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കുന്നത് അല്ലേ? വളരെ നല്ലതാണ്. കാരണം ഇൻ കേസ് അവർ വരുന്നത് ഒരു ഹോട്ട്സ്പോട്ട് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ കൊറോണ ബാധിത മേഖല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾക്കൊരു മുൻകരുതൽ, ഒരു ജാഗ്രതയാണല്ലേ? ഇപ്പം ഈ വന്നു പോയ ആൾ ആ സ്ഥലം ഇപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഹോട്ട്സ്പോട്ടൊക്കെ ആവുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ഷോപ്പിൽ ആരൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു വിവരം ശേഖരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അവിടെ നമ്മൾ എന്തെങ്കിലും പാളിച്ച ചെയ്യുന്നുണ്ടോ? സമയം ചുരുക്കാൻ വേണ്ടി നമ്മൾ വരുന്ന കസ്റ്റമറിനെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യം വന്ന ആൾ ഒരു പേന യൂസ് ചെയ്തിട്ട് അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തി പോകും. രണ്ടാമത് വരുന്ന ആളും സെയിം പേന തന്നെ യൂസ് ചെയ്യും. മൂന്നാമത് വരുന്ന ആളും നാലാമത് വരുന്ന ആളും എല്ലാവരും അതേ പേന യൂസ് ചെയ്തിട്ട് എഴുതും. ഇൻ കേസ് ആദ്യം വന്ന ആൾ ഇൻഫെക്റ്റഡ് ആണെങ്കിലോ, നമ്മൾ പോലും അറിയാതെ നമ്മളൊരു സമ്പർക്കത്തിനുള്ള ചാൻസ് അവിടെ കൊടുക്കുകയാണല്ലോ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ഈ ഒരു അവസരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. കരുതലോടെ, ജാഗ്രതയോടെ നമുക്ക് കൊറോണയ്ക്കെതിരെ പോരാടാം. നല്ലൊരു നാളെ പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. നന്ദി, നമസ്കാരം.